നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടി അമ്മയാൽ പ്രസിദ്ധമായ നീർമാതളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ധാരാളം ഔഷധ മൂല്യങ്ങളുള്ള ഒരു സസ്യമാണിത്. കപ്പാരേസി കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ക്രിട്ടേവ മാഗ്ന എന്നതാണ്. സംസ്കൃതത്തിൽ വരുണ, തിക്ത, പശുഗന്ധ എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണിത്. പ്രധാനമായും പുഴകളുടെയും തോടുകളുടെയും അരുകുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏകദേശം 9 തൊട്ട് 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഈ സസ്യം പുഷ്പിക്കുന്നത്. ഇതിൻ്റെ പൂക്കൾ പുഷ്പമഞ്ജരിയായിട്ടാണ് കാണപ്പെടുന്നത്. അത് ശാഖാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. മഞ്ഞ കലർന്ന വെളുപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ഇലയുടെ അഗ്രം കൂർത്തതാണ്. മരപ്പട്ട ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഉരുണ്ടതോ ഗോളാകൃതിയോ ആയ ഫലമാണ് നീർമാതളത്തിനുള്ളത്. പാകമാകാത്ത ഫലങ്ങൾ പച്ച നിറത്തിലും പാകമാകുമ്പോൾ അത് ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. വിത്ത് മൂലമാണ് ഇതിൻ്റെ വംശവർധനം നടക്കുന്നത്. ഇല, വേര്, തൊലി തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനമായ ഔഷധയോഗ്യ ഭാഗങ്ങൾ. പ്രധാനമായും ഈ സസ്യം മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഇത് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഈ സസ്യത്തിൻ്റെ തൊലിയുടെ കഷായം വൃക്കാശയത്തിൽ ഉണ്ടാകുന്ന കല്ലിന് നല്ലൊരു ഔഷധമാണ്. കൂടാതെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ നീർമാതളം ഇതെല്ലാവരും കേട്ടതാണ്. നീർമാതളപ്പൂ എന്നുള്ളത് മാധവിക്കുട്ടിയോടുകൂടി ബന്ധപ്പെട്ട നീർമാതളം എന്ന വാക്ക് വളരെ പരിചിത. വാരുണം അല്ലെങ്കിൽ വരണം എന്നതിന് പറയാം. വരണാദി ഗണം അതിൽ പ്രധാനപ്പെട്ടൊരു ഔഷധമാണ് ഈ നീർമാതളം. അത് മിക്കവാറും ഈ തലവേദനയ്ക്കാണ് ഈ വരണാദി ഉപയോഗിക്കുക. അത് മാത്രമല്ല കപശമനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂത്രം നല്ലോണം ഒഴിഞ്ഞു പോകുന്ന ഒരു ഗുണം ഇതിനുണ്ട്. അതായത് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കഴിച്ചാൽ ഈ മൂത്രം ഇങ്ങനെ ഒഴിഞ്ഞു, മൂത്രം പോകാത്ത ആൾക്കാർ, മൂത്രക്കൃച്ഛം, മൂത്രത്തിന് ചൂട്, ഇതൊക്കെ ഉള്ള ആൾക്കാർ ഇതിൻ്റെ ഈ ഇല സമൂലയിലും വെള്ളമായിട്ട് വെള്ളപ്പിച്ച് വെള്ളം ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ദീപനം ഇല്ലാത്ത ആൾ, അത് വിശപ്പില്ലാത്ത ആൾക്കാർ ഇതിനുള്ള സ്വരസം എടുത്ത് ലേശം ഇന്ദുപ്പ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാവും നല്ലോണം. പിന്നെ ഇത് അരച്ച് കൽക്കമാക്കിയിട്ട് ദിവസേന കഴിക്കുക. മീതെ 2 ഗ്ലാസ് വെള്ളവും കുടിക്കുക. അപ്പോൾ ഈ മൂത്രത്തിലെ കല്ല് അത് അലിഞ്ഞു പോകും.